ഇന്ന് ഞാൻ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശം രണ്ടാം ഭാഗം വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയോടുകൂടി സാന്റിയാഗോ ആ വൃദ്ധൻ പറഞ്ഞ സ്ഥലത്ത് 6 ആടുകളുമായി എത്തി. അവൻ അപ്പോഴും അത്ഭുതത്തോടുകൂടി ഓർത്തു. താൻ കണ്ട സ്വപ്നം ആ വൃദ്ധൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ഓർത്ത് അവൻ വീണ്ടും അത്ഭുതപ്പെട്ടു. തലേ ദിവസം വൃദ്ധൻ പറഞ്ഞത് വീണ്ടും അവൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. ഒന്നും വെറുതെ കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. വെറുതെ കിട്ടുന്നത് ഒന്നും മിക്കപ്പോഴും നമുക്ക് ഉപകാരപ്പെടില്ല. അല്ലെങ്കിൽ വെറുതെ കൊടുക്കുമ്പോൾ നാളെ എന്തെങ്കിലും ഉപകാരമുണ്ടാകും, മെച്ചമുണ്ടാകും എന്ന കാരണത്താൽ ആരെങ്കിലും വെറുതെ കൊടുക്കാം. വെറുതെ കിട്ടുന്ന ഫലപ്രദമാകാതെ വരുന്നത് തരുന്നവൻ്റെ കുഴപ്പമല്ല, വെറുതെ കിട്ടുന്നതല്ലേ എന്ന് കരുതി വാങ്ങുന്നവൻ അലസനാകും. അതാണ് കാരണം. വൃദ്ധൻ തുറന്നു. നിധിയിരിക്കുന്ന ഇടം ഞാൻ പ്രതിഫലം ഒന്നുമില്ലാതെ പറഞ്ഞു തന്നാൽ നീ അത് ഗൗരവമായി എടുക്കില്ല. മറിച്ച് എൻ്റെ സമ്പത്ത് നൽകിയാണ് ഞാൻ ഈ അറിവ് സമ്പാദിച്ചെന്ന ചിന്ത നിന്നെ കർമ്മനിരതനാക്കും. സാന്റിയാഗോയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? സാന്റിയാഗോ സ്തംഭിച്ചുപോയി. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമസ്യയ്ക്ക് ഉത്തരം കിട്ടാൻ പോകുന്നു. അറിയില്ല, അവൻ ജാള്യതയോടുകൂടി മറുപടി പറഞ്ഞു. നാം എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയും ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അത്ഭുതമായിരിക്കുന്നു, സാന്റിയാഗോ പറഞ്ഞു. ഒരത്ഭുതമില്ല, വിധിയാണ് അവൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം തോന്നിപ്പിക്കുന്നത്. ഈ ആഗ്രഹം നേടാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് ഒരു വ്യക്തിയുടെ നിയോഗം. എല്ലാ സ്വപ്നങ്ങളും ഉദിക്കുന്നത് ചിന്തയിലാണ്. ചിന്തയിൽ ഉദിക്കുന്ന ആശയങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലിട്ട് നല്ല പോലെ പാകപ്പെടുത്തണം. അങ്ങനെ പാകപ്പെട്ട് അത് ശക്തി ആർജിക്കുന്നു. പിന്നീട് ആ ആഗ്രഹങ്ങൾ തീവ്രമാകുമ്പോൾ അവൻ തന്നെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനുള്ള വഴികൾ ആലോചിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുന്നോട്ട് പോകാനുള്ള വഴി താനേ തെളിഞ്ഞു വരും. അന്വേഷണത്തിനിടയിൽ ചിലപ്പോൾ ഒരു തീപ്പൊരി പോലെ ആ വഴി മനസ്സിൽ തെളിഞ്ഞു കിട്ടും. നിങ്ങളൊരു സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്തിന് ഒരു ബസ്സിലോ ട്രെയിനിലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളുമായി സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ സ്പാർക്ക് നിങ്ങൾക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു വഴി തെളിയിക്കാൻ ഒരു ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തും. നീ എന്നിൽ നിൻ്റെ ഗുരുവിനെ കണ്ടെത്തിയ പോലെ വൃദ്ധൻ പറഞ്ഞു. നിങ്ങളോ എൻ്റെ ഗുരുവോ? അങ്ങനെ ചോദിക്കാൻ വിചാരിച്ചെങ്കിലും സാന്റിയാഗോ ചോദിച്ചില്ല. എങ്കിലും അവൻ്റെ മുഖത്ത് നിന്ന് വൃദ്ധൻ അത് വായിച്ചെടുത്തു. ആരെയും അത്ര നിസാരമായി കാണരുത്. നാം നിസാരമായി കാണുന്ന വ്യക്തികളോ വസ്തുക്കളോ ആകാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത്. വൃദ്ധൻ പറയുന്നതിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സാന്റിയാഗോയ്ക്ക് തോന്നി. എങ്കിലും തൻ്റെ ആട്ടിൻപറ്റത്തെ നഷ്ടപ്പെടുത്തുന്ന അവന് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. നീ എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായി. നല്ലതുപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഞാനുൾപ്പെടെ പലരും പലതും പറയും. അതൊക്കെ സശ്രദ്ധം കേൾക്കുക. എന്നിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്ന എന്താണോ, നിനക്ക് ചേരുന്ന എന്താണോ അത് സ്വീകരിക്കുക. അത് മാത്രം സ്വീകരിക്കുക. അവൻ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആ വൃദ്ധയോട് പറഞ്ഞതോർത്തു. ഞാൻ ആടുകളെ മേച്ചുകൊണ്ട് താഴ്വാരത്തിൽ നിൽക്കുകയായിരുന്നു. എവിടെ നിന്നോ ഒരു പെൺകുട്ടി പെട്ടെന്ന് ആടുകളുടെ ഇടയിലേക്ക് ഓടിക്കയറി. അവൾ ചില വികൃതികളൊക്കെ കാട്ടിക്കൂട്ടി. പെട്ടെന്ന് അവൾ ഓടി വന്ന് എന്നെ പൊക്കിയെടുത്ത് പറന്നു. ആകാശത്തോടെയുള്ള ആ യാത്ര അവസാനിച്ചത് ഈജിപ്തിലെ പിരമിഡുകൾക്കിടയിലാണ്. എൻ്റെ കൈ പിടിച്ച് അവൾ പിരമിഡുകളുടെ ഇടയിലേക്ക് നടന്നു. ഈ പിരമിഡുകൾക്കിടയിൽ ഒരു നിധി ഇരിപ്പുണ്ട്. അത് നിനക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, അവൾ പറഞ്ഞു. എന്നാൽ നിധി കാണിച്ചു തരുന്നതിന് മുമ്പായി ഞാൻ ഉണർന്നു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. അവൻ ഒന്നുകൂടി അത് ഓർത്തു. ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് തന്നെ വൃദ്ധൻ കാത്തിരിപ്പുണ്ടായിരുന്നു. വൃദ്ധനോട് 1-2 വാക്ക് പറയണമെന്ന് കരുതി തന്നെയാണ് സാന്റിയാഗോ അവിടെ എത്തിയത്. നിധി ഇരിക്കുന്ന സ്ഥലം കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി എടുത്താൽ പോരെ. ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ട് പോകുന്നത്? സാന്റിയാഗോ ദേഷ്യപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. എൻ്റെ നിയോഗം നിധി എടുക്കുക എന്നതല്ല, നിനക്ക് അതിനുള്ള വഴി പറഞ്ഞു തരിക എന്നുള്ളതാണ്. നിന്റെ നിയോഗം കണ്ടുപിടിച്ച് നിന്നെ അതിലേക്ക് നയിക്കുക എന്നതാണ് എൻ്റെ നിയോഗം. നിധി കൈക്കലാക്കാനുള്ള നിയോഗം എനിക്കില്ല, എന്നാൽ നിനക്കുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും ഓരോ നിയോഗമുണ്ട്. വൃദ്ധൻ പറയുന്നത് സാന്റിയാഗോ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്താണെന്ന് നിനക്കറിയാമോ? ഉത്തരം സാന്റിയാഗോയുടെ മനസ്സിൽ വന്നില്ല. മറ്റുള്ളവരെ പോലെ നീ ആകാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിട്ടുള്ളത്. മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ ഒരുവൻ്റെ പതനം ആരംഭിക്കുന്നു. ഓരോ വ്യക്തിയും പ്രത്യേകം കഴിവുള്ള ജീവികളാണ്. അവരുടെ ആഗ്രഹങ്ങളും ആ കഴിവുകളും വ്യത്യസ്തമാണ്. മറ്റുള്ളവരെ പോലെ ആകാൻ നീ ശ്രമിച്ചാൽ
ഒടുവിൽ മറ്റുള്ളവരും ആകില്ല, നീയും ആകില്ല. നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, പിന്നെ എന്തിനാണ് നീ ആട്ടിടയനായത്? വൃദ്ധൻ ചോദിച്ചു. എനിക്ക് ധാരാളം യാത്ര ചെയ്യുന്ന ഇഷ്ടമാണ്. കുന്നും താഴ്വാരങ്ങളും പുഴയും താണ്ടിയുള്ള യാത്ര, പുതിയ പുതിയ നാടുകൾ, എന്ത് രസമാണെന്നോ. ഞാൻ വളരെയധികം ആസ്വദിച്ചാണ് ഈ ജോലി ചെയ്യുന്നത്. വൃദ്ധൻ അകലേക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആ ബേക്കറി നടത്തുന്ന ആളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് യാത്ര ചെയ്യണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. വലുതായപ്പോൾ അയാൾ ബേക്കറി കട തുടങ്ങി. ബേക്കറി നടത്തി കുറച്ചധികം കാശ് സമ്പാദിക്കണം, അതിനുശേഷം യാത്രകൾ പോകണം അയാൾ നിശ്ചയിച്ചു. കാശുണ്ടായപ്പോൾ അയാൾ വിചാരിച്ചു, എനിക്കൊരു വീട് വെക്കണം. പിന്നെ വിവാഹം, കുട്ടികൾ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളും ബാധ്യതകളും. എപ്പോഴും വലിയ തിരക്ക്, ഒന്നിനും സമയം കിട്ടുന്നില്ല. ഒരു സിനിമ കാണാൻ പോലും സമയം കിട്ടുന്നില്ല എന്നാണ് അയാളുടെ പരാതി. ഭൂരിപക്ഷം മനുഷ്യരും ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട തൊഴിലല്ല തിരഞ്ഞെടുക്കുന്നത്. ഫലമോ തട്ടിയും മുട്ടിയും കാലം കഴിക്കും. സ്വന്തം നിയോഗം എന്താണെന്ന് തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ആകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, യാത്രകൾ ഇഷ്ടമാണ്. യാത്ര ചെയ്യാനുള്ള നിൻ്റെ ഇഷ്ടം കുറേ കൂടി ക്രിയാത്മകമാക്കണം. നിധി തേടിയുള്ള യാത്ര നിനക്ക് അനുയോജ്യമാണ്. മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടിവരും നിനക്ക് നിധി കണ്ടെത്താൻ. മലകളും താഴ്വാരങ്ങളും കടലും കായലും മരുഭൂമികളും മരുപ്പച്ചകളും നിനക്ക് കയറി ഇറങ്ങി പോകേണ്ടി വരും. അങ്ങനെ നിനക്ക് നിൻ്റെ ആഗ്രഹം പോലെ ധാരാളം യാത്ര ചെയ്യാം, ഉയർന്ന നിലയിലെത്താൻ സാധിക്കുകയും ചെയ്യും. യാത്രകളാണ് പലപ്പോഴും ഒരുവൻ്റെ വിധി തീരുമാനിക്കുന്നത്. ആട്ടിടയൻ എന്ന ജോലി എനിക്ക് വളരെ സുഖകരമാണ്, സാന്റിയാഗോ പറയുന്നു. ഇത് തന്നെയല്ലേ കുഴപ്പം? ഭൂരിഭാഗം ആളുകളും സുഖകരമായി എവിടെയെങ്കിലും ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവസരങ്ങൾ ഒരിക്കലെങ്കിലും എല്ലാവരുടെയും വാതിൽ വന്ന് മുട്ടി വിളിക്കും. അപ്പോൾ ആ വിളി കേൾക്കാത്ത പോലെ ഇരിക്കരുത്. കാരണം ആ വിളിയാണ് നിങ്ങളുടെ വിധി മാറ്റിമറിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മിഥ്യ നിഷ്ക്രിയത്വമാണെങ്കിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? അതിനുള്ള ഉത്തരമാണ് പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നത്. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശം 2ാം ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ, ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.